നിയാസ് മുഹമ്മദ് എഴുതി ആദിത്യ ചന്ദ്രശേഖർ സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രം പ്ലൂട്ടോ. ഒത്തില്ല. നീരജ് മാധവ്, അജു വർഗീസ്, അൽത്താഫ്, ആർഷ ബൈജു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ പരിചിതമായിട്ടുള്ള കുറേ പേര് ഇതിലുണ്ട്. പറ്റ ശോകാഭിനയം. അവരൊക്കെ വെറുതെ കൊടുന്നിട്ട് അവരതിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അവരെ നമ്മൾ ഇതിലേക്ക് സിനിമയിലേക്ക് കൊണ്ടുമ്പോൾ അവരെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. ഈ ഡയറക്ടർ അത് ശ്രദ്ധിക്കാത്ത പോലെ തോന്നി. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണോ അതേപോലെ എടുത്തിട്ട് ഇതിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ത്രെഡായിരുന്നു ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് മൊത്തം കോളാക്കി തന്നിട്ടുണ്ട്. ശരിക്കും ഇത് വളരെ നല്ല രീതിയിൽ എടുക്കാമായിരുന്നൊരു ചിത്രമായിരുന്നത്. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ചില ഇതിൻ്റെ ത്രെഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് എടുത്ത രീതിയും അതുപോലെ ഇതിൻ്റെ സ്റ്റോറി കുറച്ചും കൂടി നല്ല മെച്ചപ്പെട്ട ഒരു സ്റ്റോറി ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ആശയം മാത്രമാണ് നല്ലതുള്ളത്. ബാക്കി ഇതിൻ്റെ സ്റ്റോറിയും അതുപോലെ ഇതിൻ്റെ ഡയറക്ഷനും കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എനിക്ക്. പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ ആകെ 2.25 മണിക്കൂറാണ് ഇത് ആകെ ഉള്ളത്. പക്ഷെ നമുക്ക് ഒരുപാട് നേരം ഉള്ളതുപോലെ ഫീൽ ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലാഗായിട്ടാണ് പടം നീങ്ങുന്നത്. കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് എടുക്കാമായിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നത്. നമ്മൾ കണ്ടതും കേട്ടതുമായ പരിചിതമായ കുറേ കഥാപാത്രങ്ങളുണ്ട്. അതേ കഥാപാത്രങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ തോന്നി. ഇതിലെ ഒരു കഥാപാത്രം എൻജിനീയറിങ്ങിന് പഠിക്കാൻ പോയിട്ട് അത് ഫെയിലായിട്ട് പിന്നീട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടറൊക്കെ നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ട് മടുത്തിട്ടുള്ളൊരു ഇതാണ്. അതേ ക്യാരക്ടറിനെ വീണ്ടും കൊടുത്തിട്ട് ഇതിൽ പ്ലേസ് ചെയ്തപ്പോൾ അത് വെറുതെ കുത്തി നിറച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അജു വർഗീസിൻ്റെ ക്യാരക്ടർ ഇതിൽ എടുത്തു പറയണതായിരുന്നു. നമുക്ക് പരിചിതമായ ഒരു ക്യാരക്ടറിൻ്റെ ലെയറോട് കൂടിയിട്ട് ഇതിൽ വളരെ ഭംഗിയായിട്ട് അജു വർഗീസ് അവതരിപ്പിച്ചിട്ടുണ്ട്. അജു വർഗീസിൻ്റെ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. വളരെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. ബാക്കി ഇതിൽ അൽത്താഫിൻ്റെ ക്യാരക്ടർ ഇതിലൊരു ഏലിയസ് ആയിട്ടാണ് വരുന്നത്, അന്യഗ്രഹ ജീവി. ആ ജീവിയെ നമുക്ക് മനസ്സിലാകുന്നത് ആളുടെ കോസ്റ്റ്യൂമിൽ മാത്രമാണ്. അഭിനയത്തിൽ ആൾ ഒരു അൽത്താഫ് തന്നെ. നോർമൽ അൽത്താഫ് സിനിമയിൽ എങ്ങനെയാണോ അതേപോലെയാണ് ഇതിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. അല്ലാതെ ആളൊരു അന്യഗ്രഹ ജീവി എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ ഈ കോസ്റ്റ്യൂമിലൂടെ മാത്രമാണ് കഴിയുന്നത്. ഈ അജു വർഗീസിൻ്റെ ക്യാരക്ടർ ഇവർ ഡിസൈൻ ചെയ്ത പോലെ മറ്റ് ക്യാരക്ടേഴ്സിനും അതേ ഒരു ലെയറിങ് കൊടുത്തിരുന്നെങ്കിൽ ഇത് വേറൊരു നല്ല സിനിമയായി മാറുമായിരുന്നു. ഇതിലെ നായകൻ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും വിധി എഴുതി തോൽവി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കഥാപാത്രത്തിൻ്റെ അടുത്തേക്ക് മറ്റൊരു തോൽവിയായ ഒരു ഏലിയൻ കടന്നു വരികയാണ്. അവിടെയാണ് ഈ സിനിമ വേറൊരു ടേണിംഗ് പോയിൻറ്റിലേക്ക് പോകുന്നത്. ഇതിൽ നമുക്ക് എൻഗേജിങ് ആയിട്ട് എടുത്തു പറയാനൊന്നുമില്ല. ഇതിലെ ക്ലൈമാക്സ് കുറച്ച് നന്നായിരുന്നു ഓവറോൾ നോക്കുമ്പോൾ. അല്ലാതെ എടുത്തു പറയാൻ തക്ക വിധം ഒന്നുമില്ല. ടെക്നിക്കൽ സൈഡൊന്നും നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിക്കായാലും ജസ്റ്റ് ഒരു നോർമൽ മ്യൂസിക് എന്ന ഇതിലുപരി വേറെ ഇതിന് എടുത്തു പറയാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു വാച്ചിങ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമാണ് ഇത്. കുട്ടികൾക്കൊക്കെ കുറച്ച് ഇഷ്ടപ്പെട്ടേക്കാം.